ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായി ഞാനിവിടെ 2 ക്യാരറ്റും അതുപോലെ തന്നെ 1.5 കപ്പ് മക്രോണിയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കാം. അതിനായി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ക്യാരറ്റ് വെന്ത് വരുന്ന സമയം എടുത്തു വെച്ചിരിക്കുന്ന മക്രോണി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് മക്രോണി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അടുത്തത് പൊടിച്ചു വെച്ചിരിക്കുന്ന മക്രോണിനെ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി കൂടി ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ഒരു പാത്രമെടുത്ത് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വേവിക്കാൻ എടുത്ത വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് മതിയാവില്ല. ബാക്കി ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായും പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് പായസത്തിലോട്ട് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ചേർത്ത് വറുത്ത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ.